കേണൽ രാജീവ് മണ്ണാളി, മുൻ സൈനിക ഉദ്യോഗസ്ഥൻ നമുക്കിപ്പം ചേർന്നുണ്ട്. ശ്രീ കേണൽ രാജീവ് മണ്ണാളി, ഈ മിസൈൽ കണ്ടെത്തിയ വാർത്തയ്ക്ക് തൊട്ടു മുൻപ് നുഴഞ്ഞുകയറ്റവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിരുന്നല്ലോ. 7 ഭീകരർ എന്ന് പറയുമ്പോൾ അത് പാക് സൈന്യത്തിന്റെ ഭാഗമായുള്ള ഭീകരർ, അവരെ BSF വകവരുത്തി, അവരെ വധിച്ചു, അവിടുത്തെ സൈനിക പോസ്റ്റ് തകർത്തു. അപ്പോൾ ഈ സംഘർഷാന്തരീക്ഷത്തിൽ നുഴഞ്ഞുകയറ്റത്തെ കൂടി നമ്മൾ ഫലപ്രദമായി നേരിടേണ്ടി വരുമോ? അങ്ങനെയാണോ അവരുടെ പതിവ് സാധാരണ ഇത്തരം സാഹചര്യങ്ങളിൽ? സാധാരണയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ഇത് കാണുന്നത്. ക്രമാതീതമായ ഷെല്ലിങ്ങും അതുപോലുള്ള ആയുധ പ്രയോഗങ്ങളും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ നുഴഞ്ഞുകയറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. അത് അതിർത്തിയിൽ അല്ലെങ്കിൽ LOCയിൽ ഉടനീളം ഷെല്ലിംഗ് നടത്തുക, എന്നിട്ട് ഏതെങ്കിലും സെലക്ടഡ് ഏരിയാസിൽ കൂടെ നുഴഞ്ഞുകയറ്റം നടത്തുക, ഇതാണ് സാധാരണഗതിയിൽ ചെയ്തു വരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷമാണ് നിലവിലുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് റെഗുലർ കൺവെൻഷണൽ ഫോഴ്സസ് അപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ ഭീകരരോ അല്ലെങ്കിൽ ഭീകരരെന്ന് കരുതാവുന്നവരെ നമ്മൾ കേട്ടു റേഞ്ചേഴ്സ് ആണ് ഈ നുഴഞ്ഞുകയറ്റത്തിന് ശ്രമിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഭീകരരല്ല. ന്യൂസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് റേഞ്ചേഴ്സ് ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ റെഗുലർ ഫോഴ്സസിനെ ഭീകരരുടെ വേഷം അണിയിച്ച് കടന്നു കയറ്റത്തിനുള്ള ഒരു തന്ത്രം ഒരുക്കുകയും കൂടെയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത്. ഇതൊരു പുതിയ സമീപനമാണ്. ഇത് അവർ തുടരും. എൻറ്റയർ ഏരിയയിൽ ഇതിനുള്ള ശ്രമം നടത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് നമുക്ക് എന്താണ് ഇതിൽ നിന്നുള്ള പാഠം? നമ്മുടെ ഇന്റേണൽ സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ് അത് വളരെ കൃത്യമായിട്ട് നടത്തിയിരിക്കണം. ഈ സൈനിക മുന്നേറ്റത്തിന്റെയൊക്കെ ഒരു ആ തിരക്കിൽ ഇന്റേണൽ സെക്യൂരിറ്റി മറക്കാൻ പാടില്ല. എല്ലാ സ്ട്രാറ്റജിക് ഏരിയാസിലെല്ലാം നമ്മുടെ നിരീക്ഷണവും അതിന്റെ പ്രൊട്ടക്ഷനും തീർച്ചയായിട്ടും നടന്നിരിക്കണം. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യമാണ് ഇത്. ഒന്ന് അതിർത്തിയിൽ യുദ്ധം നടക്കുന്നു, അല്ലെങ്കിൽ സമാനമായ ആക്ടിവിറ്റീസ് നടക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ റിയർ ഏരിയ സെക്യൂരിറ്റിയും കൂടെ വളരെ ജാഗരൂകരായിട്ട് നമ്മളിത് പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ കൂടെയാണ് ഇത് എടുത്തു കാണിക്കുന്നത്. ഇത് ഈ 7 നുഴഞ്ഞുകയറ്റക്കാരെ, ഭീകരരോ റേഞ്ചേഴ്സ് ആരെങ്കിലും ആയിക്കോട്ടെ, അത് നടക്കുമ്പോൾ ഇത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ അതിന് വേണ്ട ഒരു ഇന്റേണൽ സെക്യൂരിറ്റി, റിയർ ഏരിയ സെക്യൂരിറ്റിക്കുള്ള ഒരു അറേഞ്ച്മെന്റ്സും കൂടെ നമുക്ക് ഉടനെ തന്നെ ചെയ്യാം.